പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 21. പ്രധാന വാർത്തകൾ. ഒമാനിലെ സേവനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന റൂവി മാർത്തോമ ഇടവകയുടെ സഹവികാരി ബിനു തോമസിന് മസ്കത്ത് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവക ഏപ്രിൽ 19 വെള്ളിയാഴ്ച കുർബാനാനന്തരം യാത്രയയപ്പ് നൽകി. പ്രസ്തുത യാത്രയയപ്പ് സമ്മേളനത്തിൽ മഹാ ഇടവകയുടെ വികാരി വർഗീസ് ടിജു ഐപ്പ്, അസോസിയേറ്റ് വികാരി ഫാദർ എബി ചാക്കോ, ഇടവക ട്രസ്റ്റി ബിജു തങ്കച്ചൻ, കോ ട്രസ്റ്റി ബിനിൽ സദനം, സെക്രട്ടറി സാം ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ രാജ്യത്ത് രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദം തീവ്രത കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട്. ഈ മാസം 23 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കും. ബുറൈമി, ദാഖിലിയ, ബാത്തിന, ഷർക്കിയ ഗവർണറേറ്റുകളെ ന്യൂനമർദ്ദം ബാധിക്കുമെന്നും ഇടിമിന്നൽ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. വരും ദിവസങ്ങളിൽ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. ആലിപ്പഴം വർഷിക്കുകയും താപനില താഴുകയും ചെയ്യും. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ദോഫാർ, അൽവുസ്ത ഗവർണറേറ്റുകളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ന്യൂനമർദ്ദവും തുടർന്നുണ്ടായ മഴയും 21 പേരുടെ ജീവനെടുത്തു. 11 കുട്ടികളും ഒരു മലയാളിയും മരണപ്പെട്ടവരിൽ പെടുന്നു. 4 ദിവസം തുടർച്ചയായി മഴ ലഭിച്ചിരുന്നു. ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു. ജൂൺ 23 നടക്കുന്ന 10ാമത് യോഗാ ദിനാചരണത്തിന്റെ മുന്നോടിയായി മർഹബൻ യോഗ എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ യോഗ കൂട്ടായ്മകളിലെ അംഗങ്ങളായ 150-ൽ പരം ആളുകൾ പങ്കാളികളായി. ഈ വർഷത്തെ യോഗാ ദിനാചരണത്തിന്റെ പ്രമേയം ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് പരിപാടിയിൽ വെച്ച് അനാവരണം ചെയ്തു. ആരോഗ്യം, രോഗശാന്തി, ഐക്യം എന്ന പ്രമേയത്തിൽ വിശാലമായ പരിപാടികളോടെയാണ് ഇത്തവണ യോഗാ ദിനം കൊണ്ടാടുകയെന്ന് അമിത് നാരംഗ് പറഞ്ഞു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ക്ഷേമത്തിനായി യോഗയിലൂടെ ലഭിക്കുന്നത് നിരവധി ഗുണങ്ങളാണ്. ഇവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കലാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. SNDP ഒമാൻ യൂണിയന്റെ ഗുരുപുഷ്പാഞ്ജലി പ്രാർത്ഥനായജ്ഞത്തിന് മസ്കത്തിൽ തുടക്കമായി. മസ്കത്ത് ശിവക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന പ്രാർത്ഥനായജ്ഞം SNDP ഒമാൻ യൂണിയൻ ചെയർമാൻ L രാജേന്ദ്രൻ, കൺവീനർ രാജേഷ് ജി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ TS വസന്തകുമാർ, കോർ കമ്മിറ്റി അംഗം D മുരളീധരൻ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴ ദുരിതം വിതച്ച പ്രദേശങ്ങളിൽ മുടങ്ങിയ ജലവിതരണം അടിയന്തരമായി പുനഃസ്ഥാപിച്ച് നമ്മ വാട്ടർ സർവീസസ് വിഭാഗം. പൊട്ടിയ പൈപ്പുകൾ ശരിയാക്കുകയും വെള്ളത്തിന്റെ വേഗത കുറഞ്ഞിടങ്ങളിൽ ഇത് പരിഹരിക്കുകയും ഉൾപ്പെടെ അതിവേഗത്തിലാണ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. 48 മണിക്കൂറിനകം ജലവിതരണം സാധാരണ നിലയിലാക്കിയതായും നമ്മ അറിയിച്ചു. മുൻകാല അനുഭവങ്ങളുടെയും ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്രയും വേഗത്തിൽ എല്ലായിടങ്ങളിലും ജലവിതരണം പുനഃസ്ഥാപിക്കാനായതെന്ന് നമ്മ മെയിൻ്റനൻസ് ജനറൽ മാനേജർ അഹമ്മദ് മുബാറക് അൽ അറൈമി പറഞ്ഞു. ഇതിനായി രൂപപ്പെടുത്തിയ പ്രക്രിയകൾ ഗുണം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. പമ്പിംഗ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായാൽ 48 മണിക്കൂറിൽ പ്രധാന വാട്ടർ ടാങ്കുകൾ നിറയുന്ന ബഫർ സംവിധാനവും ഇതിന്റെ ഭാഗമാണെന്നും അഹമ്മദ് അൽ അറൈമി പറഞ്ഞു. കാർമേഘം പെയ്തൊഴിഞ്ഞപ്പോൾ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ തകർന്ന റോഡുകൾ വീണ്ടും ഗതാഗതയോഗ്യമാക്കുന്നതിലും നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിലുമടക്കം സജീവമായി വിവിധ സൈനിക വിഭാഗങ്ങൾ. മറിഞ്ഞു വീണ മരങ്ങളും തകർന്നു വീണ കെട്ടിടങ്ങളും റോഡിലേക്കിറങ്ങിയ കല്ലും മണ്ണുമെല്ലാം നീക്കം ചെയ്യാൻ സൈനിക ഉദ്യോഗസ്ഥർ ഇറങ്ങിച്ചെല്ലുകയാണ്. ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയാണ് സൈനിക വിഭാഗങ്ങൾ ആദ്യം സ്വീകരിച്ച നടപടി. ആളപായം ഒഴിവാക്കുകയെന്ന ലക്ഷ്യമാണ് അധികൃതർ എല്ലായിടത്തും സ്വീകരിച്ചത്. രാത്രിയെ പകലാക്കി സേവനം ചെയ്ത ഒരു രാജ്യത്തെ ജനതയ്ക്ക് മുഴുവൻ ആത്മധൈര്യം പകർന്ന പോലീസിന്റെയും സൈനിക വിഭാഗങ്ങളുടെയും കർമ്മധീരതയ്ക്ക് നന്ദി പറയുകയാണ് രാജ്യം. കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒമാൻ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും അപ്പോളോ ഹോസ്പിറ്റലുമായി ചേർന്ന് സൗജന്യ ഹെൽത്ത് ചെക്കപ്പും ടാലന്റ് സ്പേസ് ഇന്റർനാഷണലിൽ വെച്ച് നടന്നു. 80ഓളം ആളുകൾ പങ്കെടുത്ത ഈ ഉദ്യമം വലിയ വിജയകരമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കൂടാതെ രാജ്യത്തിപ്പോൾ നേരിടുന്ന രക്തക്ഷാമം പരിഹരിക്കുവാൻ പ്രവാസികളായ നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്നും പ്രസിഡന്റ് ബാബു തോമസ് പറഞ്ഞു. തെക്കൻ ബാത്തിനയിലെ ബർക്ക, മുസന്ന വിലായത്തുകളിൽ ഇലക്ട്രിക് കേബിൾ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പ്രവാസികൾ അറസ്റ്റിലായി. 6 സ്ഥലങ്ങളിലാണ് മോഷണം റിപ്പോർട്ട് ചെയ്തത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്.
മറുനാട്ടിൽ മലയാളി അസോസിയേഷൻ ഒമാൻ ബൗഷർ ബ്ലഡ് ബാങ്കിൽ വെച്ച് രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അസോസിയേഷൻ അംഗങ്ങളും പുറത്തുനിന്നുള്ളവരുമായി നിരവധി പ്രവർത്തകർ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു. 4ാമത്തെ തവണയാണ് മറുനാട്ടിൽ മലയാളി അസോസിയേഷൻ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ACC പ്രീമിയർ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനൽ ഇന്ന് അരങ്ങേറും. ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഒമാൻ UAEയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കുക. കാണികൾക്ക് പ്രവേശനം അനുവദിക്കും. ടൂർണമെന്റിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ വിജയം ഒമാനൊപ്പമായിരുന്നു. എന്നാൽ മറ്റു ടീമുകൾക്കെതിരെയെല്ലാം മികച്ച മാർജിനിൽ ജയിച്ചിട്ടുള്ള UAEക്കെതിരെ ഇന്നത്തെ പോരാട്ടം ഒമാന് എളുപ്പമാകില്ല. ബൗളിംഗിലും ബാറ്റിംഗിലും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ക്യാപ്റ്റൻ സീഷാൻ മക്സൂദും ആഖിബ് ഇല്യാസുമാണ് ഒമാന്റെ ശക്തിയെങ്കിൽ ബാറ്റിംഗ് നിരയാണ് UAEയുടെ കരുത്ത്. അതേസമയം ഇന്നലെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ നേപ്പാളിനെ വീഴ്ത്തി ഹോങ്കോങ് ടൂർണമെന്റിലെ 3ാം സ്ഥാനക്കാരായി. യൂറോപ്പിലേക്കുൾപ്പെടെ ഖരീഫ് കാലത്തെ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച് സലാം എയർ. അൽബേനിയൻ നഗരമായ ടിറാനയിലേക്ക് ജൂൺ 2ാം പകുതിയോടെ സർവീസ് ആരംഭിക്കുമെന്നും സമ്മറിൽ ഉടനീളം സർവീസുകൾ തുടരുമെന്നും സലാം എയർ CEO ക്യാപ്റ്റൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഷത്താനി പറഞ്ഞു. ഇതിനു പുറമെ അസർബൈജാനിലെ ബാക്കു, തുർക്കിയിലെ ട്രബ്സോൺ, കസാഖിസ്ഥാനിലെ അൽമാറ്റി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ സമ്മറിൽ പുനരാരംഭിക്കുമെന്നും സലാം എയർ അറിയിച്ചു. ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന സോക്കർ കാർണിവൽ ഏപ്രിൽ 25, 26 തീയതികളിൽ ബൗഷർ ക്ലബ്ബ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് അൽകുവൈർ ഫുഡ്ലാൻഡ് റെസ്റ്റോറൻറ്റിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. ഫുട്ബോൾ മത്സരങ്ങളും വിനോദ പരിപാടികളും സംയോജിപ്പിച്ചുള്ള സോക്കർ കാർണിവലിൽ മസ്കത്തിലെ പ്രമുഖരായ 15 ടീമുകളാണ് അംഗം കുറിക്കുന്നത്. ആദ്യ ദിനം രാത്രി 10 മണിക്കാണ് മത്സരങ്ങൾ തുടങ്ങുക. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളാണ് ഈ ദിവസം നടക്കുക. ക്വാർട്ടർ മുതൽ ഫൈനൽ വരെയുള്ള മത്സരം 26 വൈകിട്ട് 4 മുതൽ തുടങ്ങും. വിജയികൾക്ക് 600 റിയാലും വിന്നേഴ്സ് ട്രോഫിയും 2ാം സ്ഥാനത്തെത്തുന്നവർക്ക് 300 റിയാലും റണ്ണേഴ്സ് ട്രോഫിയും സമ്മാനിക്കും. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ UAEയിലേക്ക് തിരിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുൽത്താൻ കൂടിക്കാഴ്ച നടത്തും. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ ചർച്ച ചെയ്യും. ഭാവി വികസനങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നുവരും. പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ്, സയ്യിദ് ബിൻ അറബ് ബിൻ ഹൈതം അൽ സയ്യിദ്, ദീവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സയ്യിദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, റോയൽ ഓഫീസ് മന്ത്രി ജനറൽ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ നുമാനി, ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദി, വിദേശകാര്യമന്ത്രി സയ്യിദ് ബാ ബിൻ ഹമദ് അൽ ബുസൈദി, പ്രൈവറ്റ് ഓഫീസ് തലവൻ ഡോക്ടർ ഹമദ് ബിൻ സയ്യിദ് അൽ ഔഫി, ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൽ സലാം ബിൻ മുഹമ്മദ് അൽ മുർഷിദി, വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഗൈസ് മുഹമ്മദ് ബിൻ അൽ യൂസുഫ് എന്നിവർ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ UAE സന്ദർശനത്തിൽ അനുഗമിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.